പോസ്റ്റ് വാർ ജപ്പാന്റെ ഡാർക്കും ഡേർട്ടിയും അതുപോലെ ഇമോഷണലി ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ലോകത്തിലേക്കാണ് ഈ ഒരു സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. ലെജൻഡറി ഡയറക്ടർ ആയിട്ടുള്ള അക്കിറ കുറോസാവ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ ഒരു നോർമൽ ഗാങ്സ്റ്റർ മൂവി അല്ല. പകരം സർവൈവൽ, ഗിൽറ്റ്, ഹോപ്പ്ലെസ്നെസ് എല്ലാം കൂടെ ചേർത്തിണക്കിയിട്ടുള്ള ഒരു നല്ല ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഡ്രാമ ക്ലാസിക് ചിത്രമാണ്. സോ ഈ ഒരു സിനിമയുടെ കഥ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്യൂബർക്കുലർ ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്ററും അതുപോലെ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഡോക്ടറും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഈ ഒരു യാക്കൂസ ക്യാരക്ടറിൽ എത്തിയിരിക്കുന്നത് ടോഷിറോ മുഫെനെ എന്ന് പറഞ്ഞ ആക്ടറാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. അതിഗംഭീരമായിരുന്നു. അതായത് അദ്ദേഹം സ്ക്രീനിൽ വരുന്ന സീനിലെല്ലാം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഇമോഷൻസ് ആയിട്ടുള്ള ആങ്കർ, ഫിയർ, അറഗൻസ് എല്ലാം വളരെ റോ ആയിട്ട് നമുക്ക് അദ്ദേഹം ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറിന്റെ റോളിൽ എത്തിയിരിക്കുന്നത് തകാഷി ഷിമുറ എന്ന് പറഞ്ഞ ആക്ടറാണ്. ഇമോഷണലി വളരെ ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതിഗംഭീരമായിട്ടാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ഒരു ടോൺ തന്നെയാണ്. ആ ഒരു പോസ്റ്റ് വാറിന് ശേഷമുള്ള ജപ്പാനിലെ ആ ഒരു സ്ട്രീറ്റ്സും വളരെ മൂഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും എല്ലാം നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സിനിമയിൽ ഉപയോഗിക്കുന്ന ജാസ് മ്യൂസിക്. അതിൻ്റെ ഒപ്പം അക്കിറ കുറോസാവയുടെ ഒരു സിനിമാറ്റോഗ്രഫി ഒക്കെ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഭയങ്കര രസമാണ് അദ്ദേഹത്തിന്റെ ഫ്രെയിമിങ് പരിപാടിയൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഫ്രെയിമും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെങ്കിൽ കൂടി ഇന്ന് കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് ഉള്ള ഒരു ഗംഭീര സിനിമയാണിത്. ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് കൊമേഴ്ഷ്യൽ മൂവി ഒന്നും അല്ല, വളരെ സ്ലോ ആയിട്ട് പോകുന്ന ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, കണക്ട് ആവുന്ന, ഇമോഷണലി ഒക്കെ കണക്ട് ആവുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. സോ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രങ്കൺ ഏഞ്ചൽ എന്ന് പറഞ്ഞ സിനിമ വളരെ ഹോണ്ടിങ്ങും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസിക് സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ക്ലാസിക് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഗംഭീര ജാപ്പനീസ് ക്ലാസിക് മൂവിയാണിത്. ഡ്രങ്കൺ ഏഞ്ചൽ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോഷിറോ മിഫൂനെ എന്ന് പറഞ്ഞ ആക്ടറും അക്കിറ കുറോസാവ എന്ന് പറഞ്ഞ ഡയറക്ടറും ആദ്യമായിട്ട് ഒരുമിക്കുന്ന സിനിമയാണിത്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ആ ഒരു കോംബോ ഇത്രമാത്രം ലെജൻഡറി ആയിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് അവർ കുറെ സിനിമകൾ ഒരുമിച്ച് ചെയ്തതെല്ലാം അതിഗംഭീര സിനിമകളായിരുന്നു. അപ്പം ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൂവിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഈ ഒരു സിനിമ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.